കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ 38ാമത്തെ ശ്ലോകമാണ് അയോധ്യാകാണ്ഡത്തിലെ 2ാം സർഗം 38ാമത്തെ ശ്ലോകം നമ്മൾ ചൊല്ലി. അതായത് അതിലെന്താ പറഞ്ഞാൽ വെച്ചാൽ അതിനു മുമ്പ് പറഞ്ഞു, എനിക്ക് കർത്തൃത്വം ഭോക്തൃത്വമൊന്നും ഇല്ല, ഞാൻ നിമിത്തം മാത്രമായിട്ട് രാജാവായിട്ടിരിക്കും, നീ ഭരിച്ചാൽ മതി, നീ സുഖഭോഗങ്ങളെ നീയാണ് അത് കർത്താവ്, അതായത് ഭരിക്കണ ആളും സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ നീയാണ് പറഞ്ഞു. നീ എൻ്റെ ബാഹ്യജീവനാണ്, അതുകൊണ്ട് ഈ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ടെന്ന് ലക്ഷ്മണോട് പറഞ്ഞിട്ട് വസിഷ്ഠൻ പറഞ്ഞ പോലെ ഉപവാസമൊക്കെ അനുഷ്ഠിച്ചു. ഉപവാസം അനുഷ്ഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത് വസിഷ്ഠൻ, അതുകൊണ്ട് അതൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് 39ഉം 40ഉം ഒന്നിച്ച് ചെയ്യാം കേട്ടോ. വസിഷ്ഠോപി നൃപം ഗത്വാ കൃതം സർവം ന്യവേദയത് വസിഷ്ഠസ്യ പുരോ രാജ്ഞാ ഹ്യുക്തം രാമാഭിഷേചനം യഥാ തദൈവ നഗരേ ശ്രുത്വാ കശ്ചിൽ പുമാൻ ജഗൗ കൗസല്യായൈ രാമമാത്രേ സുമിത്രായൈ തഥൈവ ച. അതോ വസിഷ്ഠം അപി നൃപം ഗത്വ, അതായത് വസിഷ്ഠൻ രാജാവിൻ്റെ അടുത്ത് പോയി തിരിച്ചുവിടുന്നേ. ശ്രീരാമൻ്റെ അന്തഃപുരത്തു നിന്ന് രഥത്തിൽ കയറി ദശരഥൻ്റെ അന്തഃപുരത്തിലേക്ക് പോയി. എന്നിട്ട് കൃതം സർവം ന്യവേദയത്, അവനൻ ചെയ്തതൊക്കെ പറഞ്ഞു അറിയിപ്പിച്ചു. അതായത് രാമനോട് പറഞ്ഞ കാര്യമൊക്കെ. രാജ്ഞ രാമാഭിഷേചനം വസിഷ്ഠസ്യ പുരഹ യഥാഹി ഉക്തം. അപ്പോൾ രാജാവ് രാമാഭിഷേകം വസിഷ്ഠരുടെ മുമ്പിൽ എപ്പോഴാണ് പറഞ്ഞത്? തഥായേവ നഗരേ കശ്ചിൽ പുമാൻ ശ്രുത്വ, അപ്പം തന്നെ പട്ടണത്തിൽ ഒരാൾ കേട്ടിട്ട് രാമ മാത്രേ കൗസല്യായി, രാമമാതാവായ മാത്രേ എന്ന് പറഞ്ഞുല്ലോ. രാമമാത്രേ മീൻസ് രാമൻ്റെ മാതാവായ കൗസല്യക്കായിക്കൊണ്ട് തഥാ ഏവ സുമിത്രായേ അപ്രകാരം സുമിത്രായിക്കൊണ്ട് ജഗു പറഞ്ഞു. എന്താ അറിയോ, അതായത് വസിഷ്ഠൻ രാമനോട് പറഞ്ഞു നാളെ അഭിഷേകാന്ന് പറഞ്ഞുല്ലോ. എന്നിട്ട് ദശരഥൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നുല്ലോ. അപ്പോൾ എന്നിട്ട് ഉണ്ടായ സംഗതികളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അല്ലേ. ഈ രാമാഭിഷേകം നടത്തേണ്ട കാര്യത്തിനെ പറ്റി രാജാവ് വസിഷ്ഠനോട് എപ്പോഴാണ് പറഞ്ഞ് അപ്പം തന്നെ അത് ആരോ കേട്ടിട്ട് അവിടെ മുഴുവനെ പരസ്യമായി. അത് അറിഞ്ഞ ഉടനെ ഒരാൾ രാമൻ്റെ ലക്ഷ്മണൻ്റെ ഒക്കെ അമ്മമാരായിട്ടുള്ള കൗസല്യോടും സ്മിത്രോടും പോയി അവർ പറഞ്ഞു. അതായത് രാജാവ് വസിഷ്ഠനോട് പറഞ്ഞത് കേട്ടിട്ട് ഉടനെ നാട്ടിൽ പാട്ടായി. എന്നിട്ട് അതിലത്തെ ഒരാൾ, ആ കേട്ട ഒരാൾ ഓടിപ്പോയി സുമിത്രോടും കൗസല്യോടും പറഞ്ഞു. അങ്ങനെയാണല്ലോ സാധാരണ എല്ലാ ന്യൂസും അങ്ങനെയല്ലേ പരക്കണത്. വസിഷ്ഠോ വിനൃപം ഗത്വാ കൃതം സർവം ന്യവേദയൽ വസിഷ്ഠസ്യ പുരോ രാജ്ഞാ ഹ്യുക്തം രാമാഭിഷേചനം യഥാ തദൈവ നഗരേ ശ്രുത്വാ കശ്ചിൽ ഒരാൾ പുമാൻ ജഗൗ കൗസല്യായൈ രാമമാത്രേ സുമിത്രായൈ തഥൈവ ച. ശ്രീരാമൻ്റെ മാതാവായ കൗസല്യയോടും ലക്ഷ്മണ മാതാവായ സുമിത്രോടും പോയി പറഞ്ഞു. ഈ 3 ശ്ലോകം 41, 42, 43. ശ്രുത്വാ തേ ഹർഷസമ്പൂർണേ ദദദുർഹാരമുത്തമം തസ്മൈ തതഃ പ്രീതമനാ കൗസല്യാ പുത്രവത്സല ലക്ഷ്മീം പര്യചരദ്ദേവീം രാമസ്യാർത്ഥപ്രസിദ്ധയേ സത്യവാദീ ദശരഥ കരോത്യേവ പ്രതിശ്രുതം കൈകേയീവ ചകിന്ദു കാമുക കിം കരിഷ്യതി ഇതി വ്യാകുലചിത്താ സാ ദുർഗാം ദേവീം അപൂജയത്. തേ ശ്രുത്വാ ഹർഷസമ്പൂർണ, അവർക്കത് കേട്ടിട്ട് സന്തോഷമായി. തസ്മൈ ഉത്തമം ഹാരം ദദതു, അത് ഈ നല്ല വിവരം പറഞ്ഞ ആളൊക്കെ നല്ലൊരു മുത്തുമാല കൊടുത്തു. അങ്ങനെയൊക്കെ പതിവുണ്ട്. പണ്ടൊക്കെ സന്തോഷമായിട്ടുള്ള വർത്തമാനം പറഞ്ഞാൽ ആ പറഞ്ഞ ആൾക്ക്, ആ മെസ്സഞ്ചർക്ക്, ആ മെസ്സേജും കൊണ്ട് വന്ന ആൾക്ക് നല്ല ഓണപ്പട കൊടുക്കുക, നമ്മൾ അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കൽ പതിവുണ്ട്. അതുപോലെ
കൈകേയിക്കും സുമിത്രയ്ക്കും വളരെ സന്തോഷമായിട്ട് അത് പറഞ്ഞ ആ ആൾക്ക് മുത്തുമാലയൊക്കെ കൊടുത്തു. തതഹ പ്രീതമനാഹ പുത്രവത്സല കൗസല്യ. അനന്തരം വളരെ സന്തോഷത്തോടു കൂടി വത്സലയായ കൗസല്യ രാമസ്യ അർത്ഥ പ്രസിദ്ധയെ, രാമൻ്റെ അർത്ഥസിദ്ധിക്കായിക്കൊണ്ട് ലക്ഷ്മീൻ ദേവിയും, അതായത് നല്ല ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മീൻ ദേവിയും പര്യചരത്, ലക്ഷ്മീ ദേവിയെ പരിചരിച്ചു, മീൻസ് പ്രാർത്ഥിച്ചു, ആരാധിച്ചു. സത്യവാദി ദശരഥ, സത്യം മാത്രം പറയുന്ന ദശരഥൻ പ്രതിശ്രുതം കരോതി ഏവ, പ്രതിജ്ഞ ചെയ്തതിനെ നടത്തും നിശ്ചയം. അതായത് ദശരഥൻ ഒരിക്കലും ഇങ്ങനെ നാളെ രാമനെ രാജാവാക്കും എന്ന് തീർച്ചയാക്കിയിട്ട് ഒരു പ്രതിജ്ഞ ചെയ്താൽ ആ പ്രതിജ്ഞ ഒരിക്കലും നടത്താതിരിക്കുന്ന സ്വഭാവമല്ല, സത്യവാദിയാണെന്ന്. നിശ്ചയം കിന്തു, എന്നാൽ കാമുക കൈകേയി വശക, പക്ഷേ കൈകേയിയുടെ ഒരു ഹെൻബെക്ഡ് ഹസ്ബൻഡാണ് ദശരഥനെ. ഒരിക്കലും പ്രതിജ്ഞ ചെയ്താൽ അതിന്ന് മാറുന്ന ആളല്ല. പക്ഷേ കൈകേയിക്ക് വശകനാണ്. മീൻസ് എന്താ, കൈകേയി പറഞ്ഞതേ ഉള്ളൂ, അങ്ങനെയാണ് ദശരഥനെ. കൈകേയിയുടെ അധീനത്തിലായതുകൊണ്ട് കിം കരിഷ്യതി, എന്തോ ചെയ്യുക, കൈകേയിക്ക് സമ്മതമല്ലെങ്കിൽ ഈ പ്രതിജ്ഞ ചിലപ്പോൾ നിറവേറ്റാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും ദശരഥനെ, കാരണം സ്വതവേ നല്ല എല്ലാ പ്രതിജ്ഞ നിറവേറ്റാനാണ്. പക്ഷേ കൈകേയി പറയണതേ ഉള്ളൂ. അങ്ങനെ ഒരു കൈകേയിയുടെ ഒരു പ്രത്യേക, കൈകേയിയുടെ അധീനത്തിലാണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ചിലപ്പോൾ കൈകേയി മറുത്തു പറഞ്ഞാൽ പ്രതിജ്ഞ നിറവേറ്റാതിരിക്കും, നിശ്ചല്യ എന്തു ചെയ്യുമോ. ഇത് വ്യാകുല ചിത്താസ, ഇങ്ങനെ ചിന്തിച്ച മനസ്സോടുകൂടി കൗസല്യയ്ക്ക് ഇങ്ങനെ ഉള്ളിലൊരു ഇൻറ്റ്യൂഷൻ എന്ന് പറയുമല്ലോ നമ്മൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു പേടിയുണ്ട്. കാരണം ദശരഥന് കൗസല്യാണ് അധികം ഇഷ്ടം എന്നോ, അല്ലെങ്കിൽ കൗസല്യ ദശരഥനെ ശരിക്കും പറയാച്ചാൽ ഇവരെക്കാളും ആകർഷിച്ച് കീഴടക്കിയിട്ടുണ്ട്. ഇവരൊന്നും ഉള്ളതിനേക്കാളും കൗസല്യയ്ക്ക് ദശരഥനിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ ഇവരെക്കാളും കൈകേയിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ കൗസല്യയ്ക്കും സുമിത്രയ്ക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും ഒരിക്കലും പ്രതിജ്ഞ നിറവേറ്റാതിരിക്കുന്ന ആളല്ല ദശരഥൻ. എങ്കിൽ പോലും കൈകേയിയുടെ വാക്ക് കേട്ടിട്ട് ചിലപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനൊരു രാമനെ രാജാവാക്കി അഭിഷേകം ചെയ്തതിന് വിഘ്നം വരുമോ എന്നൊരു ചെറിയൊരു ഭയം ഉള്ളിലുള്ളതുകൊണ്ട് മനസ്സ് കുറച്ച് പതറിയിട്ട് ദുർഗാദേവിയും പൂജയത്, അതായത് ദുർഗാദേവിയെ പ്രാർത്ഥിച്ചു. എന്തറിയോ, എല്ലാ വിഘ്നങ്ങളും അകറ്റി തരണേ പറഞ്ഞിട്ട്. കൗസല്യ അത്ഭുതമാവുമല്ലേ, നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായി കൗസല്യയ്ക്ക്. അതായത് കൗസല്യ സുമിത്രയും ഇത് കേട്ടപ്പോൾ അത്ര സന്തോഷമായി അവർക്ക്. ശരിക്കും പറയാച്ചാൽ ആ വർത്തമാനം, ആ നല്ലൊരു ന്യൂസ് കൊണ്ടുവന്ന ആളൊക്കെ നല്ലോണം ഒരു മുത്തുമാലയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. കാരണം നമുക്ക് സന്തോഷമായി അങ്ങനെയാണല്ലോ. അപ്പോൾ അത്ര ഭക്തവത്സലയാണ് കൗസല്യെ, നല്ല സന്തോഷമായി. പക്ഷേ എന്നിട്ട് വിചാരിച്ചു ഈശ്വര രാമൻ നല്ലത് വരണേ എന്ന് പറഞ്ഞ് ഐശ്വര്യവാനായിരിക്കണേ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയെ പൂജിച്ചു. എന്നിട്ട് പിന്നെ രാജാവിനെ വിശ്വാസമൊക്കെ ഉണ്ട് ദശരഥനെ. എങ്കിൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ശങ്ക, ഇനി കൈകേയി എന്തെങ്കിലും ഇതിൽ ഇടങ്കോലിട്ടിട്ട് ഈ രാജാഭിഷേകത്തിന് എന്തെങ്കിലും ഒരു വിഘ്നം വരുമോ എന്നൊരു സംശയം ഉള്ളിൽ വെറുതെ കൗസല്യയുടെ ഉള്ളിലുണ്ടായി. കാരണം കൈകേയി പറഞ്ഞതേ ഉള്ളൂ. കൈകേയിക്കാണ് ഇവരെക്കാളും ദശരഥനിൽ ഇൻഫ്ലുവൻസ് എന്ന് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ആ സംശയം ഉണ്ടായത്. എന്നിട്ട് ദുർഘടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ദുർഗാദേവിയെ പ്രത്യേകം ആരാധിച്ചു. ഇനി നമുക്ക് 41, 42, 43 വായിച്ചിട്ട് പിന്നത്തെ 3 ശ്ലോകത്തിലേക്ക് പോവാം. ശ്രുത്വാതേ ഹർഷസമ്പൂർണേ ദദദുർഹാരമുത്തമം തസ്മൈ തദ പ്രീതമനാ കൗസല്യാ പുത്രവത്സല ലക്ഷ്മീം പര്യചരദ്ദേവീം രാമസ്യാർത്ഥപ്രസിദ്ധയേ സത്യവാദീ ദശരഥ കരോത്യേവ പ്രതിശ്രുതം. കൈകേയി വശകനാണ്, കൈകേയിക്ക് അധീനനാണ്. കിന്തു കാമുക കിം കരിഷ്യതി, കൈകേയിയുടെ കാമുകനാണ്. ഇത് വ്യാകുല ചിത്താസ, കുറച്ചൊരു വ്യാകുല ചിത്തത്തോടു കൂടി ദുർഗാം ദേവിയും അപൂജയത്, ദുർഗാം ദേവിയെ പ്രാർത്ഥിച്ചു. ഒരു സാധാരണ സ്ത്രീകളെ പോലെ അല്ലേ, നമുക്കിങ്ങനെ ചിലപ്പോൾ അകാരണമായിട്ടുള്ള ഭയമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടെന്ന് അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മളതിനെ ഇൻറ്റ്യൂഷൻ എന്നോ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയുമല്ലോ ഇംഗ്ലീഷിൽ.
അങ്ങനെ ഉണ്ടായി കൗസല്യയ്ക്ക്. ഏതസ്മിന്നന്തരേ ദേവാ ദേവീം വാണിമചോദയൻ ഗച്ഛദേവി ഭൂവോ ലോകമയോധ്യായാം പ്രയത്നത രാമാഭിഷേകവിഘ്നാർത്ഥം യതസ്വ ബ്രഹ്മവാക്യത മന്ധരാം പ്രവിശസ്വാദൗ കൈകേയീം ച തതഃ പരം തതോ വിഘ്നേ സമുൽപ്പന്നേ പുനരേഹി ദിവം ശുഭേ തഥേത്യുക്ത്വാ തഥാ ചക്രേ പ്രവിവേശാഥ മന്ധരാം. ഇത് ശരിക്കും വിധി അനുസരിച്ചല്ലേ നടക്കുള്ളൂ. ഇത് രാമാഭിഷേകത്തിന് വിഘ്നം ഉണ്ടാവണം എന്നാണ് വിധി. അപ്പം അതനുസരിച്ചിട്ട് മന്ധരയുടെ ബുദ്ധി പ്രവർത്തിക്കും, കൈകേയിയുടെ ബുദ്ധി പ്രവർത്തിക്കും. അങ്ങനെയാണല്ലോ, വിധിക്കനുസരിച്ചിട്ടല്ലേ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുക. ഏതസ്മിൻ അന്തരെ, ഈ അവസരത്തിൽ ദേവാഹ ദേവന്മാർ വാണിയും ദേവിയും അചോദയൻ. അതാണ് ദേവന്മാര് അവരുടെ കാര്യം നടക്കണമല്ലോ, രാവണനെ കൊല്ലണമല്ലോ. ശ്രീരാമൻ ഇവിടെ രാജ്യം ഭരിച്ചിരുന്നാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് സരസ്വതി ദേവിയുടെ അടുത്ത് നിന്നിട്ട് സരസ്വതി ദേവിയെ പ്രേരിപ്പിച്ചു. എന്തിന്? ദേവി, അല്ലയോ ദേവി, ഭുവഹ ലോകം അയോധ്യായാം പ്രയത്നത ഗച്ഛ, ഈ ഭൂമിയിൽ അയോധ്യയിലേക്കൊന്ന് പോകണം ദേവി. ദേവന്മാര് സരസ്വതി ദേവിയുടെ അടുത്ത് പോയി പറയുകയാണ്, സരസ്വതി ദേവി ഒന്ന് ഭൂമിയിലേക്ക് പോകണം, ഭൂമിയിലെ എവിടെ വെച്ചിട്ടുണ്ടോ അയോധ്യയിലേക്കൊന്ന് പോകണം. എന്നിട്ട് ബ്രഹ്മവാക്യത്തെ അനുസരിച്ച്, അതായത് ബ്രഹ്മാവിൻ്റെ നിശ്ചയമാണത്. എന്ത്? രാമാഭിഷേക വിഘ്നാർത്ഥം, രാമാഭിഷേകത്തിന് വിഘ്നം വരുത്താനായിട്ട് യതസഹ ഒന്ന് ശ്രമിക്കണേ. രാമാഭിഷേകം എങ്ങനെയെങ്കിലും ഒന്ന് വിഘ്നം വരുത്താൻ. ആദൗ മന്ധരാം തഥാ പരം കൈകേയീം ച പ്രവിശസ്വ. ആദ്യം മന്ധരയും അനന്തരം കൈകേയിയുടെയും വാണിയിൽ പ്രവേശിക്കണം, അവരുടെ വാക്കുകളിൽ പ്രവേശിക്കണം. ആരാ? സരസ്വതി ദേവി. അവരുടെ ബുദ്ധി മാറ്റണം. അതാണ് പറയണത്. ആദ്യം മന്ധരയുടെ ഉള്ളിൽ പോയിട്ട് മന്ധരയുടെ വാക്ക് ബുദ്ധി മാറ്റി മന്ധരെ കൊണ്ട് പറയിപ്പിക്കണം. അത് കഴിഞ്ഞ് കൈകേയിയെ കൊണ്ട് രണ്ടാളെ ഉള്ളിലേക്ക് കടക്കണം, പ്രവേശിക്കണം. എന്നിട്ട് അത് വിഘ്നേ സമുൽപ്പന്നേ, അതിൽ നിന്ന് വിഘ്നം ഉണ്ടാവുമ്പോൾ ശുഭേഹേ മംഗളാത്മികേ പുനാ ദിവം ഹേഹി, പിന്നെ തിരിച്ചു വന്നോളൂ. എങ്ങനെയെങ്കിലും ഈ രാമാഭിഷേകത്തിന് വിഘ്നം ഉണ്ടാക്കാൻ മന്ധരയുടെ നാവുമ്പിലും കൈകേയിയുടെ നാവുമ്പിലും ഒന്ന് പോയി ഇരിക്കണം. എന്നിട്ട് വിഘ്നം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേഗം തിരിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് തന്നെ, ബ്രഹ്മലോകത്തിലേക്ക് തന്നെ വന്നോളൂ. തഥായിതി ഉക്ത്വ, അങ്ങനെയെന്ന് പറഞ്ഞിട്ട് തഥാ ചക്രേ, അപ്രകാരം ചെയ്തു. അഥ മന്ധരാം പ്രവിവേശ, ആദ്യം മന്ധരയുടെ നാവിൽ പ്രവേശിച്ചു. എന്താ ദേവന്മാര് ഇത്? അഥവാ ശ്രീരാമൻ രാജ്യം ഭരിച്ചാണ് ഇരുന്നാൽ പിന്നെ രാവണനെ കൊല്ലല് കഴിയില്ല, ഭൂമിയുടെ ഭാരം കുറയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഭഗവാൻ. അപ്പം ഭഗവാൻ അത് അറിയുകയൊക്കെ ചെയ്യാം, പക്ഷെ ദേവന്മാർ അതിനെ സഹായിക്കുകയാണ്. അപ്പോൾ ദേവന്മാർ സരസ്വതിയുടെ അടുത്ത് പറഞ്ഞു, ഒന്ന് ഭൂമിയിൽ അയോധ്യ രാജ്യത്തിലേക്ക് പോയിട്ട് ആ രാമാഭിഷേക വിഘ്നം, നാളെ നടക്കാനുള്ള രാമാഭിഷേകം ഒന്ന് മുടക്കാൻ ഒന്ന് ശ്രമിക്കണേ. അതിന് ആദ്യം മന്ധരയുടെ നാവുമ്പിലും പിന്നെ കൈകേയിയുടെ നാവുമ്പിലും ഒന്ന് ചെന്നിരിക്കണം. എന്നിട്ട് രാമാഭിഷേകത്തിന് വിഘ്നം വന്നു എന്ന് കണ്ടാൽ തിരിച്ച് നിങ്ങളിങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് സരസ്വതി ദേവി ഓക്കെ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്ന് മന്ധരയുടെ നാവിൽ അങ്ങോട്ട് പ്രവേശിച്ചു, അല്ലെങ്കിൽ മന്ധരയുടെ ഉള്ളിൽ സരസ്വതി ദേവി പ്രകാശിച്ചു. എന്നിട്ട് പറയിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് 44, 45, 46 വായിച്ചിട്ട് 47, 48 വായിക്കാം. ഏതസ്മിന്നന്തരേ ദേവാ ദേവീം വാണീം അചോദയൻ, പ്രേരിപ്പിക്കുകയാണ്. ഗച്ഛ ദേവി ഭൂവാലോകമയോധ്യായാം പ്രയത്നത, അവിടെ ചെന്ന് ശ്രമിക്കൂന്ന്, പ്രയത്നം ചെയ്യൂ. രാമാഭിഷേക വിഘ്നാർത്ഥം യഥസ്വ ബ്രഹ്മവാക്യത, ബ്രഹ്മാവിൻ്റെ വിധിയാണത്, അത് നടക്കേണ്ട കാര്യമാണ് രാമാഭിഷേക വിഘ്നം. മന്ധരാം പ്രവിശസ്വാദൗ കൈകേയീം ച തതഃപരം, ആദ്യം മന്ധരയുടെ നാവുലും പിന്നെ കൈകേയില്. തതോ വിഘ്നേ സമുൽപ്പന്നേ, അങ്ങനെ വിഘ്നം വരുത്തിയിട്ട് പുനരേഹി ദിവം ശുഭേ, തിരിച്ച് ആകാശത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ ബ്രഹ്മലോകത്തിലേക്ക് തന്നെ പൊക്കോളൂ. തഥേത്യുക്ത്വ തഥാ ചക്രേ, ഓ ശരി അങ്ങനെ ആവാമെന്ന് പറഞ്ഞ് പ്രവിവേശാഥ മന്ധരയുടെ ഉള്ളിലേക്ക് സരസ്വതി ദേവി പ്രവേശിച്ചു. ഇനിയോ
47, 48. സാപി കുബ്ജ ത്രിവക്രാതു പ്രസാദാഗ്രമഥാരുഹത് നഗരം പരിതോ ദൃഷ്ട്വാ സർവത സമലങ്കൃതം നാനാതോരണസംബാധം പതാകാഭിരലങ്കൃതം സർവോത്സവസമായുക്തം വിസ്മിത പുനരാഗമത്. ഇപ്പം കൈകേയി അറിഞ്ഞിട്ടില്ല. ആൾക്കാരൊക്കെ പിന്നെ കൗസല്യോടും സുമിത്രോടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. കൈകേയും മന്ധരയൊന്നും അറിഞ്ഞിട്ടില്ല. കൈകേയിയുടെ അന്തഃപുരത്തിലാണ് കൈകേയി ഇരിക്കണത്. മന്ധര കൈകേയിയുടെ ദാസിയാണല്ലോ, അതായത് കേകയ രാജാവ് കൊടുത്ത ദാസിയാണ്. കുട്ടിക്കാലം തൊട്ട് അറിയണതാണ്. അപ്പോൾ കൈകേയിയുടെ പിതാവിൻ്റെ ഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. വിവാഹത്തിൻ്റെ കൂടെ പിതാവ് കൈകേയിയെ നോക്കാൻ വേണ്ടി അയച്ച ഒരു ദാസിയാണ് ഈ മന്ധര. അപ്പോൾ അവർ രണ്ടാളും കൈകേയിയുടെ അന്തഃപുരത്തിൽ അവരറിഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കാം നമുക്ക്. ത്രിവക്രാസ കുബ്ജ അപീത്തു, ആ 3 വളവോട് കൂടിയ ആ പിന്നെ 3 വളവുള്ള ആ കൂനലുള്ള ആ മന്ധരയാകട്ടെ, അഥ പ്രാസാദാഗ്രം ആരുഹത്, ആ ഈ ഗോപുരത്തിൻ്റെ അവരുടെ അന്തഃപുരത്തിൻ്റെ ആ ഗോപുരത്തിൻ്റെ പിന്നെ മുകളിലിങ്ങനെ നമ്മൾ ആ സിറ്റ് ഔട്ട് പോലുള്ള അവിടെ പോയിട്ട് ആരോഹണം ചെയ്തു. അതിലേക്ക് കയറി, കുറച്ച് മുകളിലേക്ക് കയറി, എന്നിട്ട് കൂനിയിട്ടാണ്. എന്നിട്ട് ആ പിന്നെ മുകളിലത്തെ സിറ്റ് ഔട്ടിലെന്ന് പറയാം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ആ ഗോപുരത്തിൻ്റെ അവിടെ പോയി നിന്നു. എന്നിട്ട് സർവദാ സമലങ്കൃതം, എന്താ അത്, നഗരം മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ടല്ലോ. നാനാ തോരണ സംബാധം, എല്ലാ ദിക്കും തോരണങ്ങളൊക്കെ തൂക്കിണു. പതാകാഭി അലങ്കൃതം, കൊടിക്കൂറകളൊക്കെ പറക്കണു. പിന്നെയോ സർവോത്സവ സമായുക്തം, എന്താ ഉത്സവത്തിന് ഒരുങ്ങിയ പോലത്തെ നഗരം. പരിതഃ ദൃഷ്ട്വ, ആ നഗരം 4 ഭാഗവും നോക്കിയിട്ട്, അതായത് ആ കൈകേയിയുടെ പിന്നെ എന്താ പറയുക അന്തഃപുരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോയി. എന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ടതേ. വിസ്മിത, ആശ്ചര്യപ്പെട്ടവളായിട്ട് ആഗമത്, പിന്നെയും ആഗമിച്ചു. എന്താ അറിയോ, താഴത്തേക്ക് ഇറങ്ങി വന്നു. ഈ 3 ദിക്കിൽ കൂനുണ്ട് ഈ മന്ധരയ്ക്ക്. അരയുടെ അവിടെ, മാറിൻ്റെ അവിടെ, കഴുത്തിൻ്റെ അവിടെ. ഇങ്ങനെ മറ്റേ നമ്മൾ പിന്നെ ഇതിലുണ്ടല്ലോ ത്രിവക്ര പിന്നെ കുബ്ജ, മറ്റേ ശ്രീകൃഷ്ണൻ്റെ കഥയിലും ഉണ്ടല്ലോ, ഈ കംസനെ വധിക്കാൻ പോകുമ്പോൾ ആ കുറിക്കൂട്ട് കൊടുത്തിട്ട് കുബ്ജയെ സുന്ദരിയാക്കുകയൊക്കെ ചെയ്യില്ലേ, അതുപോലെ ത്രിവക്രനെയാണ് അവളും മന്ധരയും. അതായത് അരക്കെട്ടിൻ്റെ അവിടെ ഒരു വളവുണ്ട്, മാറത്തൊരു വളവുണ്ട്, പിന്നെ കണ്ഠത്തിൻ്റെ അവിടെയും വളവുണ്ട് കേട്ടോ. അങ്ങനെ അതുകൊണ്ടാണ് ത്രിവക്ര പറഞ്ഞത്, 3 വളവുണ്ട് കൂന്. ആ മന്ധര സരസ്വതി ദേവി അകത്ത് കയറിയത് കാരണം രാജധാനിയുടെ ആ പ്രാസാദത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് പുറത്തേക്കൊക്കെ അങ്ങനെ നോക്കിയപ്പോൾ ഹോൾ നഗരം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. നിറച്ച് തോരണങ്ങൾ തൂക്കിണു, കൊടിക്കൂറകൾ പാർന്നു, വങ്കളവാദ്യങ്ങൾ മുഴങ്ങണു. ഒരു ഉത്സവം കൊണ്ടാടാൻ നഗരം ഒരുങ്ങിയ പോലെ. അത് കണ്ടപ്പോൾ അത്ഭുതമായി. വേഗം താഴത്തേക്ക് ഓടി വന്നു. പറയണ്ടേ ആരോടെ, കൈകേയിയുടെ. സാപി കുബ്ജ ത്രിവക്രാതു പ്രസാദാഗ്രമഥാരുഹത് നഗരം പരിതോ ദൃഷ്ട്വാ സർവത സമലങ്കൃതം നാനാതോരണ സംബാധം പതാകാഭിരലങ്കൃതം സർവോത്സവ സമായുക്തം വിസ്മിത പുനരാഗമത്. ഇനി ഇതൊക്കെ നമുക്ക് അറിയണ കഥയാച്ചാലും ഈ വ്യാസഭഗവാൻ അങ്ങനെ വിസ്തരിച്ച് പറയുമ്പോൾ അതിനൊരു രസം തന്നെയല്ലേ. ധാത്രീം പപ്രച്ഛ മാത കിം നഗരം സമലങ്കൃതം നാനോത്സവ സമായുക്ത കൗസല്യ ചാതിഹർഷിത ദദാതി വിപ്രമുഖ്യേഭ്യോ വസ്ത്രാണി വിവിധാനി ച താമുവാച തദാ ധാത്രി രാമചന്ദ്രാഭിഷേചനം ശോഭവിഷ്യതി തേനാദ്യ സർവതോലങ്കൃതം പുരം തച്ഛ്രുത്വാ ത്വരിതം ഗത്വാ കൈകേയീം വാക്യമബ്രവീത്. ധാത്രീം പപ്രച്ഛ. അപ്പോൾ ഈ പിന്നെ എന്താണ് മന്ധരോട് ചോദിച്ചു, മാതഃ നഗര കിം അലങ്കൃതം, എന്തിനാണ് ഈ പിന്നെ എന്താണ് പട്ടണം മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത്? കൗസല്യ
അതി അതിഹർഷിതാച്ച. കൗസല്യ ഭയങ്കര സന്തോഷമായിട്ടോടി ഇരിക്കുന്നുണ്ട്. കൗസല്യക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷം. അത്യന്തം സന്തുഷ്ടമായിരിക്കണു കൗസല്യ. പിന്നെയോ വിപ്രമുഖ്യേഭ്യ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കായിട്ട് വിവിധാനി വസ്ത്രാണി ദദാതീച്ച. ബ്രാഹ്മണർക്കൊക്കെ ധാരാളം ദാനങ്ങളും വസ്ത്രങ്ങളൊക്കെ ദാനം നൽകണു. പിന്നെയോ തഥാ ധാത്രീം താം ഉവാച. അപ്പോൾ പറഞ്ഞു രാമചന്ദ്രാഭിഷേചനം ഭവിഷ്യതി. നാളെ ശ്രീരാമൻ്റെ അഭിഷേകം ഉണ്ടാവും. തേന അദ്യപുരം സർവതോലങ്കൃതം. അതുകൊണ്ടാണ് അപ്പം എന്താണ് നഗരം മുഴുവൻ അലങ്കരിച്ചിരിക്കണത്. തശ്രുത്വ അത് കേട്ടിട്ട് ത്വരിതം ഗത്വ വേഗം പോയിട്ട് കൈകേയിയും വാക്യം അബ്രവീത്. കൈകേയിയുടെ വാക്യത്തെ പറഞ്ഞു. അതായത് ഈ പിന്നെ എന്താന്ന് മനസ്സിലായില്ല മന്ധരയ്ക്ക്. അപ്പം മന്ധര ആദ്യം അവിടെയുള്ള വേറൊരു സ്ത്രീയോട് ചോദിച്ചു, എന്താ പട്ടണം ഇങ്ങനെ അലങ്കരിച്ചിരിക്കണ ചോദിച്ചു. വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടതാണ്. ഒന്നും അറിയില്ലല്ലോ, കൈകേയിക്കും അറിയില്ല, മന്ധരയ്ക്കും അറിയില്ല. ഇതെന്തിനാ അങ്ങനെ പട്ടണമൊക്കെ അലങ്കരിച്ചിരുന്ന. അപ്പോൾ കൗസല്യ ദേവിയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടിരിക്കണു. ബ്രാഹ്മണർക്കൊക്കെ വിശിഷ്ടമായിട്ടുള്ള ദാനങ്ങളും വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്യണു. ഇതൊക്കെ എന്താ ഇപ്പം നടക്കാൻ പോണ ഇവിടെ ചോദിച്ചു. അപ്പോൾ ആ കുബ്ജയോട് അവിടുത്തെ വേറൊരു പിന്നെ സ്ത്രീ ധാത്രി പറഞ്ഞു. അതായത് ആ അന്തഃപുരത്തിലത്തെ വേറൊരു ദാസി. ധാത്രി പറഞ്ഞാൽ ശരിക്ക് പോറ്റമ്മ എന്നാണ് അർത്ഥം. ശരിക്ക് പെറ്റമ്മയും പോറ്റമ്മയാണ്. അതായത് മാതാവും ധാത്രി പറഞ്ഞു വെച്ചാൽ മാതാവിനെ പോലെയാണ്, അങ്ങനെയുള്ളതാണ്. അതായത് വളർത്തണ അമ്മ എന്നൊക്കെയാണ് അർത്ഥം ശരിക്കും ധാത്രി വെച്ചാൽ. അപ്പോൾ ഈ മന്ധര അവിടുത്തെ ഒരു എത്രയോ കാലമായിട്ട് നിൽക്കണ ഒരു സ്ത്രീയാവും. വയസ്സായിട്ട് സ്ത്രീകൾ വല്ലവരും ഉണ്ടാവും കൈകേയുടെ അന്തപുരത്തിലും. ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ നടക്കാൻ പോണേ? വലിയ അലങ്കാരങ്ങളൊക്കെ തോരണങ്ങളൊക്കെ നോക്കിയിരുന്നു. എന്താ അത്? കൗസല്യ വളരെ ഭയങ്കര സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ബ്രാഹ്മണർക്കൊക്കെ വിശിഷ്ടമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്യണു. ഇതൊക്കെ എന്താ? ഇതിനൊക്കെ പിന്നിൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇവിടെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ത് ഉത്സവമാണെന്ന്. അപ്പോൾ ഈ അതായത് ഈ മന്ധരോട് ആ സ്ത്രീ പറഞ്ഞു, മറ്റേ ദാസി പറഞ്ഞു, നാളെ രാമചന്ദ്രന് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ നഗരം ഉത്സവ പ്രതീതി ഈ ഉത്സവത്തിൻ്റെ പോലെ അലങ്കരിച്ചിരിക്കണേ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഒരൊറ്റ ഓട്ടം മന്ധര കൈകേയിയുടെ അടുത്തേക്ക്. അത് കൈകേയിക്ക് അറിയില്ല എന്നറിയാം. അതാണ് ധാത്രിയും പപ്രച്ഛ. പിന്നെ അവിടെയുള്ള വേറൊരു വയസ്സായ സ്ത്രീയോടാണ് ചോദിച്ചത് എന്തുകൊണ്ടാന്നേ. അപ്പം അങ്ങനെ നാളെ ശ്രീരാമൻ്റെ അഭിഷേകമാണ്, അതിനൊരുങ്ങാണ് ഹോൾ നഗരം എന്ന് പറഞ്ഞപ്പോൾ കൈകേയിക്ക് അറിയില്ല എന്നറിയാം മന്ധരയ്ക്ക്. സരസ്വതി ദേവി തോന്നിപ്പിച്ചിട്ടാണ് കേട്ടോ. ഒരൊറ്റ ഓട്ടം കൈകേയിയുടെ അടുത്തേക്ക്. അതാണ് ഇനി നമുക്ക് പിന്നെ 51. പിന്നെ നമുക്ക് 2 കൂടി പറ്റിയിരിക്കും. ഓക്കെ. ധാത്രീം പപ്രച്ഛ മാതാ കിം നഗരം സമലങ്കൃതം നാനോത്സവ സമായുക്ത കൗസല്യാചാതിഹർഷിത ദദാതി വിപ്രമുഖ്യേഭ്യോ വസ്ത്രാണി വിവിധാനി ച താമുവാച തദാ ധാത്രീ രാമചന്ദ്രാഭിഷേചനം ശ്വോ ഭവിഷ്യതി തേനാദ്യ സർവതോലങ്കൃതം പുരം തച്ഛ്രുത്വാ ത്വരിതം ഗത്വാ കൈകേയീം വാക്യമബ്രവീത്. സരസ്വതി ദേവി നല്ലോണം ശ്രമിക്കുന്നുണ്ട്. വേഗം കൈകേയി മന്ധര കൈകേയുടെ അടുത്തേക്ക് പോയി. അതും കൂടി ചെയ്യാട്ടോ. പര്യങ്കസ്ഥാം വിശാലാക്ഷീമേകാന്തേ പര്യവസ്ഥിതാം കിം ശേഷേ ദുർഭഗേ മൂഢേ മഹദ്ഭയമുപസ്ഥിതം ന ജാനീഷേതി സൗന്ദര്യമാനിനി മത്തഗാമിനി. നോക്കൂ മന്ധര എന്താ പറയണമെന്ന് സരസ്വതി ദേവി ശരിക്കും നാവിൽ വന്നിരുന്നു. എന്താ പറയണേ? പര്യങ്കസ്ഥാം ചേണ്ട കട്ടിലുമ്മിൽ ഇരിക്കുകയാണ്. കൈകേയി. വിശാലാക്ഷിയും നല്ല നീണ്ട കണ്ണുകളോട് കൂടിയവളും ഏകാന്തേ പര്യവസ്ഥിത. ആഴുമില്ലാത്തടത്ത് ഇങ്ങനെ ഒരു കട്ടിലുമ്പിൽ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ആളില്ലാത്ത സ്ഥലത്ത്, ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇരിക്കുന്നവളും ദുർഭഗേ. എന്താ വിളിച്ചത്? ഭാഗ്യം കെട്ടവളെ എന്നാണ് വിളിച്ചത്. സരസ്വതി ദേവി നാവുമ്പിൽ തന്നെ
മന്ധരയുടെ. എന്നിട്ട് മന്ധര എന്താ, കൈകേയിക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് മന്ധരോടെ. കാരണം സ്വന്തം രാജധാനിയിൽ നിന്ന് വന്നതാണല്ലോ. അപ്പോൾ സ്വന്തം ആയ പോലെയാണ്. അപ്പോൾ എന്താ വിളിച്ച് മന്ധര? ദുർഭഗേ എന്ന് വിളിച്ചു. മീൻസ് ഭാഗ്യം കെട്ടവളെ, മൂഢേ, വിഡ്ഢി, കിം ശേഷേ, നീ എന്താ ഇങ്ങനെ ഇവിടെ കിടക്കണ? മഹത് ഭയം ഉപസ്ഥിതം, നിനക്ക് വലിയൊരു ആപത്ത്, ഭയം ജനിപ്പിക്കുന്നൊരു കാര്യം നിൻ്റെ അടുത്ത് വരുന്നു, ഒരു ആപത്ത് വന്നിരിക്കുന്നു. അതിസൗന്ദര്യമാനിനി മത്തഗാമിനി ത്വം ന ജാനീഷേ, നിനക്ക് വലിയ സൗന്ദര്യമാണെന്നൊക്കെ ഉള്ള അഭിമാനമുള്ള ആളാണല്ലോ നീ. സൗന്ദര്യം ത്തിൻ്റെ അഭിമാനത്തിലും അഹങ്കാരത്തിലും മതിച്ച് നടക്കുന്ന ആളല്ലേ നീ. ഒന്നും അറിയണില്ലാന്ന്. എന്നാ ജാനീഷേ, ഒന്നും അറിയാതെ വരാൻ പോകുന്ന ആപത്തിനെ പറ്റി അറിയാതെയാണ് നീ ഇങ്ങനെ സ്വന്തം സൗന്ദര്യത്തിൽ അഭിമാനിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ കിടക്കണത്. നീ നിർഭാഗ്യവതിയാണ്, നീ വിഡ്ഢിയാണ്. എന്ത് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനെ സ്വന്തം സൗന്ദര്യത്തിലൊക്കെ അഭിമാനിച്ച് ഉത്സാഹമായിട്ടൊക്കെ ഇരിക്കണത്? ഒരു വലിയ ആപത്ത് വന്നെടുക്കണതിനെ പറ്റി നിനക്ക് യാതൊരു അറിവുമില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കണ എന്നാണ് ആദ്യം തന്നെ പറഞ്ഞത്. സരസ്വതി ദേവി നാവിൽ ഇരിക്കോണ്ടേ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് സുന്ദരിയായിട്ടുള്ള കൈകേയി ആരും ഇല്ലാത്തോടത്ത് ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. അപ്പോഴാണ് മന്ധര അടുത്ത് എന്ന് പറയണത്, ഭാഗ്യം കെട്ടവളെ, ആലോചനയില്ലാത്തവളെ, മൂഢയെ എന്ന് വിളിച്ചുവല്ലോ. എന്താ ഇങ്ങനെ കിടക്കണ? തീർത്താത്തീരാത്ത ഭയമാണ് നിൻ്റെ അരികത്തേക്ക് വരാൻ പോണത്, ആപത്ത്. അതിസുന്ദരിയാണ് എന്നുള്ള മേനി അഭിമാനം കൊണ്ട് ഞെളിഞ്ഞ് നടക്കണം നിനക്ക്, ഈ ആപത്തിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താട്ടോ. അതായത് 53 കൂടി വായിച്ചിട്ട് ഞാൻ 52, 53 വായിച്ചിട്ട് ഇന്ന് നിർത്താം. പര്യാംഗസ്ഥാം വിശാലാക്ഷീം ഏകാന്തേ പര്യവസ്ഥിതാം കിം ശേഷേ ദുർഭഗേ മൂഢേ മഹദ്ഭയമുപസ്ഥിതം ന ജാനീഷേതി സൗന്ദര്യമാനിനി മത്തഗാമിനി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.